പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചനം ഇങ്ങനെ പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ഭാരങ്ങളെ ചുമക്കുന്നവരാണല്ലേ, ഒത്തിരി അധ്വാനിക്കുന്നവരാണ്. പലപ്പോഴും പ്രതിസന്ധി നമ്മളെ മുക്കിക്കളയുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കാറുണ്ടല്ലേ. പലവിധമായ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും രോഗങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത്? നമ്മുടെ റെസ്പോൺസ് എന്താണ്? പലപ്പോഴും അത് നമ്മുടെ നിരാശയിൽ തള്ളിയിടാറുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ നിന്നും അത് നമ്മളെ അകറ്റാറുണ്ട്. പലപ്പോഴും പ്രാർത്ഥിപ്പാൻ കഴിയാതെ വണ്ണം നമ്മളെ മടുപ്പിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കണം എന്നറിയാതെ ഭാരപ്പെടുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലേ. അത് നമ്മളെ ദൈവത്തോട് പിറുപിറുക്കുന്നവരാക്കി തീർത്തിട്ടുണ്ടോ? നമ്മൾ ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകുവാൻ ഇടയായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ വചനം നമ്മളോട് പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ. ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവ് നമ്മുടെ അവസ്ഥകൾ മാറ്റിത്തരും എന്നല്ല ഇവിടെ പറയുന്നത്. ആ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും നമ്മുടെ ആത്മാവ് ആശ്വാസം കണ്ടെത്തുവാനിടയായി തീരും. ദൈവത്തിൻ്റെ വചനം നമ്മളെ ആശ്വസിപ്പിക്കുവാനിടയായി തീരും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പലപ്പോഴും നമ്മൾ ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള സിറ്റുവേഷൻസ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചവരാണ്. ഇനി ഒരു വഴിയുമില്ല, ഇതിവിടെ തീരുമോ എന്ന് പോലും ചിന്തിച്ച സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. എങ്ങനെയാണ് നമ്മൾ അതിനെ ആ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് ഇന്നെന്ന അവസ്ഥയിൽ ആയി നിൽക്കുന്നത്? നമുക്കൊന്ന് ചിന്തിക്കാം ദൈവമക്കളെ. ഇന്നലകളിൽ ആ ഒരു അദൃശ്യകരം നമ്മളെ പിടിച്ചത് കൊണ്ടല്ലേ? ആ കർത്താവിൻ്റെ ഒരു സ്നേഹം നമ്മുടെ മേൽ വീണത് കൊണ്ടല്ലേ? ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തിയത് കൊണ്ടല്ലേ ഇന്നും നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കുവാൻ സർവശക്തനല്ലയോ? പിന്നെ എന്തിനാണ് നമ്മളുടെ പ്രയാസങ്ങളെ നോക്കി അതിനെ വലിയതെന്ന് എണ്ണുന്നത്? നമ്മുടെ ഏത് പ്രയാസത്തെക്കാളും പ്രശ്നത്തെക്കാളും പ്രതിസന്ധികളെക്കാളും നമ്മുടെ ഭാരങ്ങളെക്കാളും വലിയവനായ ഒരു കർത്താവിലല്ലയോ നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത്? ദൈവത്തോട് അടുത്തു വരുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാനിടയായി തീരുമല്ലേ. ലോകത്തിൽ മറ്റാർക്കും നൽകുവാൻ കഴിയാത്ത, ലോകത്തിൽ മറ്റൊന്നിനും തരുവാൻ കഴിയാത്ത ഒരു ദൈവിക സമാധാനവും സന്തോഷവും കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ തരും. കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും. ആ സമാധാനം നമ്മളിൽ നിന്ന് എടുത്തു കളയുവാൻ ഒരു ശത്രുവിനും കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ നമ്മളുടെ ആ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന, നമ്മൾ ഭാരങ്ങളെ ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മൾ അടുത്തു വരണമെന്ന് നമ്മളെ കാത്തിരിക്കുന്ന ആ അപ്പൻ്റെ അടുത്തേക്കൊന്ന് നമുക്ക് ഓടിച്ചെന്നുകൂടെ? പിന്നെ നമ്മൾ ചോദിക്കാം, പിന്നെ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രയാസങ്ങൾ? എന്തിനാണ് ഒന്നിനു പുറകെ ഒന്നായി എൻ്റെ ജീവിതത്തിൽ ഓരോരോ പ്രയാസങ്ങളിലൂടെ എന്നെ ദൈവം കടത്തിവിടുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടാകാം അല്ലേ. എനിക്ക് പറയുവാനുള്ളത്, ഇന്നലകളിൽ നമ്മളെ ദൈവം പ്രതിസന്ധികളുടെ മധ്യേ വിടുവിച്ചു. ഇന്നും നമ്മൾ പ്രയാസങ്ങളുടെ മധ്യേ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്ന സന്തോഷം, നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്ന സമാധാനം, അത് നാളുകളിൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്കെങ്കിലും ആശ്വാസമായി തീരുവാനിടയായിട്ടുണ്ടെങ്കിൽ, ആ ആത്മാവ് ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനിടയായിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ സ്നേഹിപ്പാനിടയായിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാനിടയായിട്ടുണ്ടെങ്കിൽ, അതിൽ പരം ഭാഗ്യം എന്തുണ്ട്? അങ്ങനെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുന്നവരായി ആക്കി മാറ്റുവാനും കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രയാസങ്ങളുടെ മധ്യേയും സന്തോഷിക്കുവാൻ നമുക്ക് വകയില്ലയോ ദൈവമക്കളെ? അങ്ങനെയെങ്കിൽ നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നമ്മൾ നടുത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, മറ്റാരും ആശ്വസിപ്പിക്കുന്നതിലും ഉപരിയായി നമ്മളെ ആശ്വസിപ്പിക്കുവാൻ തയ്യാറായിരിക്കുന്ന ആ അപ്പൻ്റെ അടുത്തേക്കൊന്ന് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ ഇടയായി തീരട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം അതിന് സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.